അഡ്വക്കേറ്റ് വിജയമ്മ, അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റ് വിജയമ്മ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് വിജയമ്മ, നമുക്ക് മുന്നിൽ സമീപകാലത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടി അവരുടെ വർഷങ്ങൾക്കിപ്പുറമുള്ള മൊഴി, അതിൽ ഒരു വലിയ എണ്ണം ആളുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കവും കണ്ടിട്ട് അത് ഫലപ്രദമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഏത് രീതിയിൽ കരുതാം? കാരണം ഇത്തരമൊരു സംഭവം, ഒരു മൊഴി ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രതയൊക്കെ അന്വേഷണ സംഘവും സർക്കാർ സംവിധാനങ്ങളും പുലർത്തിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് ഈ കേസിനകത്ത് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു മൊഴി കിട്ടിയ ഉടനെ തന്നെ അത് CWC ഒക്കെ കാര്യമായിട്ട് അത് എടുക്കുകയും പെട്ടെന്ന് തന്നെ ഒരു 4 പേരുടെ അറസ്റ്റ് ഉണ്ടായി. അതിനെ തുടർന്ന് ഇപ്പൊ 20ഓളം പേരുടെ അറസ്റ്റ് ഉണ്ടായെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ, ഇപ്പൊ ഹണി റോസിന്റെ കേസ് പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ പെൺകുട്ടിയുടെ മൊഴി വർഷങ്ങൾക്കിപ്പുറമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതുവരെയും ആ കുട്ടിക്ക് നീതി കിട്ടാതെ പോയത്? കുട്ടി പറയാതെ പോയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അത് സംബന്ധിച്ചുകൂടി അന്വേഷണവും നടന്നു പോവേണ്ടതല്ലേ? അത് സംബന്ധിച്ച് പരിശോധന വേണ്ടതല്ലേ? ഒരുപക്ഷെ കുട്ടി 13ാം വയസ്സിലാണ് ആദ്യം പീഡിപ്പിക്കപ്പെടുന്ന എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിവില്ലാത്ത പ്രായത്തില് അതിന്റെ പേരില് സുബിൻ എന്ന് പറഞ്ഞ 1ാം പ്രതി പ്രേമത്തിന്റെ വ്യാജമായ പ്രേമം നടിച്ചാണ് ഈ കുട്ടിയെ ആദ്യം പീഡിപ്പിക്കുന്നത്. അതിനുശേഷം കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും സുഹൃത്തുക്കൾ കൈമാറുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്നും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ മുന്നോട്ടുള്ള ഈ മറ്റുള്ള ലൈംഗിക പീഡനങ്ങൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത്. 13ാം വയസ്സുള്ള ഒരു പീഡനം പിന്നെ തുടർന്നപ്പോഴും അതൊരു ചൂഷണമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹ്യ ബോധം ആ കുട്ടിക്കോ ആ കുട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം നിർബന്ധമില്ല. അവരുടെ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥയും ഇതിനൊരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒന്ന്, 2 പേരും കൂലിപ്പണിക്കാര് ആണ്. അപ്പൊ അവര് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ സൗഹൃദം ആരോടൊപ്പമാണ് എന്നൊന്നും അന്വേഷിക്കാനുള്ള ഒരു സാമൂഹ്യ അവബോധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ആ മാതാപിതാക്കൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സാമൂഹ്യ മറ്റൊരു പിന്നോക്കാവസ്ഥ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഏതൊരു കുട്ടിക്കും അത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു കൗൺസിലിങ്ങിലൂടെയാണ് അതൊരു ചൂഷണമാണെന്ന് ആ കുട്ടി തിരിച്ചറിയുന്നത്. ചൂഷണത്തെ ഇപ്പോഴെങ്കിലും ആ കുട്ടി തുറന്നു പറയാൻ കാണിച്ചതൊരു അപാര ധൈര്യം തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വിജയമ്മ, ദയവായി ഒന്ന് തുടരുക.